ഇതൊരു ഇലക്ഷൻ നമ്പറാണോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും ഇവിടെ നമ്മൾ കേട്ട കാര്യങ്ങളും ഇലക്ഷനാണ്, ഇലക്ഷൻ സ്റ്റണ്ടാണ്. എന്താണ് ഇലക്ഷൻ സ്റ്റണ്ട്? കേരളം അതിദാരിദ്ര്യമുക്ത നാടാവാൻ പോവുകയാണ് സുജയ. ഇലക്ഷൻ സ്റ്റണ്ടാണോ കേരളം അതിദാരിദ്ര്യമുക്തമാവാൻ പോകുന്നത്? എന്ന് തുടങ്ങിയ നടപടിയാണെന്നറിയാമോ? ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് ഗോവിന്ദ മാഷ് തദ്ദേശ വകുപ്പിലായിരിക്കുന്ന സമയത്ത് എടുത്ത ഒരു മിഷനുണ്ട്. അതിദാരിദ്ര്യരെ കണ്ടെത്തുക എന്നൊരു വലിയ സർവേ നടത്തി. അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ സർവേ ആയിരുന്നു അത്. ആ സർവേ പ്രകാരം വീടാന്തരം കീഴിറങ്ങി നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെയാണ് ഈ സർക്കാർ വരുന്ന സമയത്ത് അതിദാരിദ്ര്യരായി കണ്ടെത്തിയത്. ആ അതിദാരിദ്ര്യരായി കണ്ടെത്തിയതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയമാകുമ്പോഴേക്കും, കഴിഞ്ഞ വർഷമാകുമ്പോഴേക്കും അത് 57,000 ആളുകളെയും അതിദാരിദ്ര്യ വിമുക്തരാക്കി. ഇപ്പോൾ ഇതാ 100% അത് സാധ്യമാവാൻ പോവുകയാണ്. ഏത് സമിതിയാണ് ഈ പഠനം നടത്തിയത്? അക്കാഡമിക് ഡൗട്ടാണ്. പറയൂ, ഏത് സമിതിയാണ് പഠനം നടത്തിയത്? ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് അതിദാരിദ്ര്യമുക്തമായ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അല്ല, പ്രഖ്യാപനം ഞാനും കാത്തിരിക്കുകയാണ്. അത് ഏത് സമിതിയാണെന്ന് അറിയാൻ വേണ്ടി നടത്തിയതാണ് സംസ്ഥാന സർക്കാർ. എന്താ സംശയം? സംസ്ഥാന സർക്കാർ തദ്ദേശ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സർവേ പൂർത്തിയാക്കിയത്. ഇതിൽ സംശയമുള്ളത് സുജയ, എനിക്ക് മനസ്സിലായി. എന്റെ സംശയമല്ല, ഞാൻ ചോദിക്കാൻ കാരണം സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം നടത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചൊരു കത്തയച്ചായിരുന്നു. താങ്കൾ അറിഞ്ഞോ എന്ന് എനിക്കറിയാം. അപ്പൊ അവരതിൽ ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഏത് സമിതിയാണ് ഈ സർവേ നടത്തിയത്? തദ്ദേശ വകുപ്പാണ്. ഇതൊന്നും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതിലാണ് ഉപയോഗിച്ച ഡേറ്റയുടെ ആധികാരികത അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. എല്ലാ വർഷവും നമ്മൾ സ്വരാജ് ട്രോഫി എന്ന് പറയുന്ന ഒരു ട്രോഫി ഉണ്ട്. എന്താണെന്ന് അറിയുമോ? തദ്ദേശ വകുപ്പുകൾ വിവിധ മാനദണ്ഡങ്ങളിൽ അതാത് വകുപ്പുകളുടെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. ഇതിനോടൊപ്പം അനുബന്ധമായിട്ട് നടത്തുന്ന വിവിധ സർവേകളുണ്ട്. കുടുംബശ്രീ പ്രവർത്തകര്, സാധാരണക്കാരായ ആളുകളാണ് പങ്കെടുക്കുന്നത്. പ്രഖ്യാപിക്കാൻ പോലെ പ്രഖ്യാപിക്കുമ്പോഴല്ലേ റിസൾട്ട് വരിക. ഇതുവരെ പ്രഖ്യാപിച്ചതിന്റെ കണക്ക് കണ്ടിട്ടില്ലേ? അതിദാരിദ്ര്യരെ കണ്ടെത്തിയതിനുള്ള മുഴുവൻ ഡാറ്റയും ഉണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളോട് പോയി നടത്തിയ സർവേ ആണ്, അതല്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് കണ്ടെത്തിയ കണക്കല്ല. 2011 സെൻസസ് അനുസരിച്ചിട്ട് 2021 ഈ റിസൾട്ട് തദ്ദേശ വകുപ്പാണ് നടത്തിയത്. തദ്ദേശ വകുപ്പ് നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ 64,006 വീടുകളെ കണ്ടെത്തുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 100% അതിൽ നിന്ന് മുക്തരാണ് എന്ന പ്രഖ്യാപനം വരാൻ പോവുകയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇത് സർവേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സർവേ കണ്ടു, രേഖപ്പെടുത്തി. ഞാൻ തന്നെ അതിന്റെ സാക്ഷിയാണ്. കാരണം ഇതിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ അക്കാഡമിക്കിലായിരുന്ന സമയത്ത് ഇതിന്റെ സർവേയുടെ ഷെഡ്യൂൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ സഹകരിച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതിൽ തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. 100% ആ സർവേ പ്രോസസ്സിംഗിൽ ഞാനും നേരിട്ട് അത് കാണുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇത് ആര് നടത്തി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആധികാരികമായി തന്നെ ഈ പറയുന്നത് നമ്മൾ ആധികാരികമായി തന്നെ പറയണമല്ലോ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആവാൻ പോവുകയാണ്. അപ്പോഴാണ് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണോ? അതിദാരിദ്ര്യമുക്തമാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. പട്ടിണിയില്ലാത്ത മനുഷ്യരായി തീരുക, ഭവനരഹിതർ. നേരത്തെ ലൈഫിൻ്റെ കാര്യം പറഞ്ഞു. 5 ലക്ഷം വീടുകളാണ് വെച്ചു കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നത്. 4,51,000 കടന്നു. ഇനി 6 മാസം കൂടിയുണ്ട്. ശരിയാണ്, ലൈഫ് മിഷന്റെ ഭാഗമായി 3ാം ഗഡുക്കൾ കിട്ടാനുള്ള 3ഉം 4ഉം ഗഡുക്കൾ കിട്ടാനുള്ള ആളുകൾ ബാക്കിയുണ്ട് എന്നാണ് ചില കണക്കുകൾ പറയുന്നത്. അത് അടുത്ത 6 മാസത്തിനുള്ളിൽ പൂർത്തിയായാൽ 5 ലക്ഷം ലൈഫ് മിഷൻ വീടുകൾ കേരളത്തിൽ കൈമാറ്റം ചെയ്യപ്പെടും. ഇത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിന്നുള്ള കണക്കാണ് ഞാൻ കോട്ടിയത്. 4,51,000. കഴിഞ്ഞ തവണ 300 കോടിയിൽ 120 പോയുള്ളൂ. അതാണ് ഇനിയുള്ള 6 മാസത്തിനിടയിൽ ഇത് ഉണ്ടെങ്കിലാണ് ഈ ഡാറ്റ ബാക്കി വരിക. ഇല്ലെങ്കിൽ 50,000 കുറവാണ് എന്ന് നമ്മൾ തന്നെ ഇവിടുന്ന് പറയേണ്ടി വരും. 5 വർഷമാണ്. 5 വർഷം ഇപ്പോൾ ഇതുവരെ 4,51,000 5 ലക്ഷം എന്ന് പറഞ്ഞത് 4,51,000 ഇനി 49,000 വീടുകൾ കൂടിയുണ്ട്. അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 5 വർഷത്തിന് ശേഷം കാത്തിരുന്ന് കാണാം. അത് 100% വരട്ടെ. അപ്പോൾ ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണോ? അതിദാരിദ്ര്യമുക്തമാകുമെന്ന് പറഞ്ഞത് 4.5 ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ പദ്ധതി എങ്ങനെയാണ് ക്രോഡീകരിച്ചത്? കേന്ദ്ര സർക്കാരിൻ്റെ 72,000, അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ബോർഡ് വെക്കണമെന്ന് പറഞ്ഞു, അത് പറ്റൂല എന്ന് പറഞ്ഞു. കേരളം കൊടുക്കുന്ന ബാക്കിയുള്ള 3,28,000 ഇതുകൂടി ചേർത്തുള്ള ഈ 4 ലക്ഷം രൂപയും പിന്നീട് അർബൻ ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിതരണവും വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു വരിക. ഇലക്ഷൻ സ്റ്റണ്ടാണോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് 6 മാസം മുമ്പെടുത്ത തീരുമാനമാണ് ഈ സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്. 2016 അധികാരത്തിൽ വന്ന സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞതിൽ 99% സാധ്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനിടയിലാണ് ഈ പറയുന്ന കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ നമ്മൾ പരിഹസിച്ചു. എന്താ? കിറ്റ് കൊടുത്ത് നേടിയ വോട്ട്. അത് കേരളത്തിലെ ജനതയുടെ
പക്ഷെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതാണ് എൻ്റെ പക്ഷം. കാരണം അവിടെ ചെറുകിട കർഷകർക്ക്, ചെറുകിട വ്യവസായികൾ, സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ലോക്ക്ഡൗണിൽ പെട്ടുപോയ മനുഷ്യർക്ക് അതാത് ദിവസത്തെ ഭക്ഷണം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഒരു സർക്കാർ ശ്രമിക്കുമ്പോൾ ആ കിറ്റ് എന്നുള്ളത് ഒരു അതിജീവനത്തിൻ്റെ മാതൃകയായിരുന്നു. അത് കേരളത്തിൻ്റെ അതിജീവന മാതൃക അന്താരാഷ്ട്ര സമൂഹം വരെ പുകഴ്ത്തിയതാണ്. അതിനെയാണ് കേരളത്തിൽ ഇരുന്ന് നമ്മൾ പരിഹസിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അത് കേരളത്തിൻ്റെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. പെൻഷൻ്റെ കാര്യത്തിൽ കൈക്കൂലിയാണെന്നൊരു വിമർശനം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോഴും നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇത് സാധാരണക്കാരായ മനുഷ്യർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഡിസംബർ മാസം 2 മുത്തശ്ശിയും വീട്ടിൽ 30 വയസ്സിന് ശേഷമുള്ള ഒരു മകളും ഈ ചെറുപ്പക്കാരായിട്ടുള്ള 2 കുട്ടികളുമുള്ള ഒരു വീട്ടിൽ ഈ ഡിസംബർ മാസത്തിൽ മാത്രം സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്താണെന്ന് ഞാനൊന്ന് പറയാം. മുത്തശ്ശിക്ക് ഈ 1100 ഒറ്റ മാസത്തെ കുടിശ്ശിക 1600 രൂപ, ഇപ്പോൾ പുതുക്കിയ 2000 രൂപ, അതും കൂടെ കൂട്ടിയാൽ 3200 രൂപ മുത്തശ്ശിക്ക് കിട്ടും. മുത്തശ്ശിന് കിട്ടാൻ പോകുന്നതോ ഈ 1600ഉം 2000 കൂടെ കൂട്ടിയാൽ 3200, രണ്ടും കൂടെ കൂട്ടിയാൽ സുജിയ കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിക്കോ 7200 അല്ല സംശയം വരുമല്ലോ. 7200 ഇനി 7200 പ്ലസ് അവിടെ വരുന്ന 30 വയസ്സിന് കഴിഞ്ഞ സ്ത്രീകൾ മറ്റൊരു പദ്ധതിയിലും അംഗമാകാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള യെല്ലോ കാർഡിലുള്ള അല്ലെങ്കിൽ പിങ്ക് കാർഡിലുള്ള വീട്ടമ്മയ്ക്ക് കിട്ടാൻ പോകുന്ന പെൻഷൻ അതെത്രയാ? 1000 രൂപ മാസം. രണ്ടും കൂടെ കൂട്ടിയാൽ 8200. കണക്ക് ശരിയാണല്ലോ. ഇനി അവിടെ 2 മക്കളുണ്ട്, രണ്ടുപേരും ITയും ഡിപ്ലോമയും കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർക്ക് കണക്ട് ടു വർക്ക് എന്നതിൻ്റെ പേരിൽ കിട്ടാൻ പോകുന്ന 1000 കൂടെ കൂട്ടിച്ചേർത്താൽ 10200 രൂപയാണ് കിട്ടാൻ പോകുന്നത്. 8200 പ്ലസ് 2000, 1000 വീതം. എന്തിനാ? ഇത് നൈപുണ്യ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഫെലോഷിപ്പാ. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇത് സർക്കാരിൻ്റെ ഔദാര്യമായി കൊടുക്കുന്നതല്ല. അവിടെയാണ് നമ്മുടെ ഈ ചോദ്യം വരുന്നത്. ഇത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇലക്ഷൻ സ്റ്റണ്ടാന്ന് പറയുന്നത്. നോക്കൂ, ലോകമെമ്പാടും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ആളുകൾ അവരുടെ സാമൂഹിക സുരക്ഷയിൽ വളരെയധികം മുന്നിലേക്ക് പോകുന്നത് എങ്ങനെയാ? ഈ കരുതലുള്ളത് കൊണ്ടാണെന്നേ. ഈ കരുതൽ 2020 ഉണ്ടായിരുന്നല്ലോ. ആ 2021 കരുതൽ 600 രൂപ പെൻഷനിൽ നിന്ന് 1600 രൂപ പെൻഷനായിട്ട് വർദ്ധിപ്പിച്ച സർക്കാർ ഏതാ സുജയ? പിണറായി സർക്കാരല്ലേ? എത്രയാ വർധനവ്? 600 രൂപയിൽ നിന്നാണ് 600 രൂപയിൽ 2021 ശേഷമുള്ള കണക്ക് പറയൂ. അതായി പറഞ്ഞ 600 രൂപയിൽ നിന്ന് 1600 ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. 1600 നിന്ന് 400 രൂപ കൂടെ കൂട്ടി 2000 ഇനി 6 മാസം ബാക്കിയുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 വർഷത്തിനിടയിൽ 5 വർഷം കൊണ്ട് 2500 വർദ്ധിപ്പിക്കും. 4.5 വർഷമാകുമ്പോഴേക്കും 2000 ആയിട്ട് വർദ്ധിക്കുന്നു. 400 രൂപ വീതം കയ്യിൽ കിട്ടുന്നു. ഇതൊക്കെ സാധ്യമാകുമായിരുന്നു. പക്ഷേ ആ വഴികളെല്ലാം അടച്ച ഒരു സർക്കാർ നമ്മുടെ കേന്ദ്രത്തിലുണ്ട്. 57,000 കോടി രൂപ. ഞാൻ പറയാൻ വരികയാണ്, എനിക്ക് കണക്കുണ്ട്, അത് പറയാം. അവിടെയാണല്ലോ നമ്മുടെ സംശയം ഉണ്ടാകുന്നത്. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തു കൊടുക്കുമോ? കഴിഞ്ഞ CAG റിപ്പോർട്ട് ഒന്ന് എടുത്തു വായിച്ചേ. ആ CAG റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ സാമ്പത്തിക നില മോശമാണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? കേരളത്തിൻ്റെ കടക്കണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? കേരളത്തിൽ നിരവധി ആളുകൾ, BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഇന്നിറങ്ങി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. 6 ലക്ഷം കോടിയാണ് അത്രേ കേരളത്തിൻ്റെ കടം. എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്! നിലവിൽ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് പോലും 4,31,000 രൂപയാണ് കടം. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉണ്ടാവും, 4,31,000 രൂപ കടമോ? 4,31,000 കോടി രൂപയാണ് കടം. 4,31,000 കോടി രൂപയാണ് കടം എന്ന് പറഞ്ഞാൽ വലിയൊരു കണക്കല്ലേ എന്ന് പറയും. ഞാനൊരു കണക്ക് പ്രേക്ഷകരോട് പറയാം. VS അച്യുതാനന്ദൻ്റെ കാലം 2011 VS അച്യുതാനന്ദൻ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ കടം എത്രയാണെന്ന് അറിയാമോ? കേരളത്തിൻ്റെ കടം 78,673 കോടി. 5 വർഷം കഴിയുമ്പോൾ കൃത്യം ഇരട്ടിയാവുന്നൊരു പ്രതിഭാസം കേരളത്തിലുണ്ട്. അന്ന് 2011 78,000 കോടിയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ അവശേഷിപ്പിച്ചു പോകുമ്പോൾ 5 വർഷം കൊണ്ട് അത് 1,57,370 കോടിയായിട്ട് കൂടി. നേരെ ഇരട്ടിയായി സുജയ. ഇനി ആ കണക്ക് പ്രകാരമാണെങ്കിൽ 2021 സ്വാഭാവികമായിട്ടും ഇരട്ടിയാവണമല്ലോ. ഇരട്ടിയായി. പിണറായി വിജയൻ സർക്കാർ പോകുന്ന സമയത്ത് കോവിഡിൻ്റെ കാലത്ത് GDP-യുടെ വളർച്ച കുറയുന്ന ഘട്ടത്തിൽ, കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് കുറയുന്ന ഘട്ടത്തിൽ കേരളത്തിന് കടമെടുക്കേണ്ടി വന്നു. അതേ നില തുടർന്നു. 2021 2,96,000 കോടിയായിട്ട് നമ്മുടെ കടത്തിൻ്റെ പരിധി കൂടി. വീണ്ടും അത് ഇരട്ടിയായി. അങ്ങനെയാണെങ്കിൽ 2026 ഈ പിണറായി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ എത്ര വരണം? 3 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടിയായിട്ട് ഉയരണം. ആ കണക്ക് പ്രൊജക്റ്റ് ചെയ്താണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കിനാവ് കണ്ടത്. എന്നിട്ട് പറഞ്ഞു 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം. മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോൾ കേരളത്തിൻ്റെ കണക്ക്
4,31,000 കോടിയാണ്. എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന കടം എന്ന് പറയുന്നത് 4,60,50,000 കോടി മാത്രമാണ്. അതായത് കഴിഞ്ഞ 20 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി നമുക്ക് കടത്തിന്റെ വളർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്ക് പറയുന്നത്. അതെങ്ങനെ സാധിച്ചു എന്നുകൂടി അറിയണമല്ലോ. കേന്ദ്രത്തിന്റെ കണക്ക് ഞാൻ പറയാം. കേന്ദ്രത്തിന്റെ കണക്ക് എത്രയാണെന്ന് അറിയാമോ? ആരും പറയില്ലെന്നേ ഈ കേന്ദ്രത്തിന്റെ കണക്ക്. ഈ കൊച്ചു കേരളം 4,60,50,000 കോടി ആയിരിക്കും 2026 കടക്കണിയിലാവുക. എന്നാൽ നമ്മുടെ കേന്ദ്രം കടക്കണിയിലാവുന്ന നോക്കൂ, 155 ലക്ഷം കോടിയാണ് കേന്ദ്രത്തിന്റെ കടം. ആ കണക്ക് ഞാനൊന്ന് പറയാം. 58.1% കേന്ദ്രത്തിന്റെ കടം. ഏതുമായിട്ടുള്ള അനുപാതം? GDP-യുമായിട്ടുള്ള അനുപാതം നോക്കുമ്പോൾ, വളർച്ചാ നിരക്കും കടവും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ 58.1% കേന്ദ്രത്തിന്റെ. നമ്മുടെ കേരളത്തിന്റെ എത്രയാ സുജയ? 33.9%. അപ്പൊ കേന്ദ്രമാണോ കടക്കണിയിൽ, കേരളമാണോ കടക്കണിയിൽ? രണ്ടാമത്തെ ചോദ്യം, CAG റിപ്പോർട്ടിൽ ആദ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. 15ാമത്തെ സംസ്ഥാനമാണ് കേരളം. എന്ന് പറഞ്ഞാൽ കടക്കണിയിലല്ല. നമുക്കതിനുള്ള പര്യാപ്തതയിലേക്ക്, സ്വയം പര്യാപ്തതയിലേക്ക് കേരളം വരികയാണ്. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. CAG റിപ്പോർട്ടിൽ പറയുന്നു, നമ്മളുടെ തനത് നികുതി വരുമാനത്തിൽ വർധനവുണ്ടായിരിക്കുന്നു. നികുതി ഏതര വരുമാനത്തിലും കേരളത്തിൽ വരുമാനമുണ്ടായിരിക്കുന്നു. ഇത് രണ്ടിലും ഉണ്ടായിരിക്കുന്ന വളർച്ചയാണ് ഈ കടക്കണിയിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ പൂർണ്ണസജ്ജരല്ല. അതുകൊണ്ടാണ് കേന്ദ്രം ഓരോ നിമിഷവും നമ്മളെ വരിഞ്ഞു മുറിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 3,300 കോടി രൂപ പിടിച്ചു വെച്ചു. എന്താണെന്നറിയാമോ സുജയ? 80,000 കോടി വരുന്ന നമ്മുടെ പൊതുമേഖലയിലെ നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടി നിന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്നു, നിങ്ങളുടെ GDP-യുടെ 0.5% ഞങ്ങൾ തരൂല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 3,300 കോടി രൂപ ഇപ്പോൾ കേന്ദ്രം തരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്യാരണ്ടി നിന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ്. ഇതെന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? എന്തിനാണ്? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ ഇത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ്. ഇതിൻ്റെ പുറമെയാണ് കിഫ്ബിയുടെ പേരിൽ, പെൻഷൻ ഫണ്ടിൻ്റെ പേരിൽ ഒക്കെ കേരളത്തെ കേന്ദ്രം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് അർഹതപ്പെട്ട 57,000 കോടി നിഷേധിക്കപ്പെടുമ്പോഴും കേരളത്തിലെ വീടുകളിലേക്ക് ആനന്ദം കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ വീടുകളിലേക്ക് ക്ഷേമ പെൻഷൻ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ മികവാണെന്ന് തന്നെ പറയണം. അപ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ, പെൻഷൻ കൂട്ടി, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, അതിദാരിദ്ര്യമുക്തമായി, ഇലക്ഷൻ സ്റ്റണ്ട്, കേരളത്തിലെ കണക്റ്റിംഗ് ടു വർക്ക് സ്കോളർഷിപ്പ് വന്നു, ഇലക്ഷൻ സ്റ്റണ്ട്, സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ വന്നു, ഇലക്ഷൻ സ്റ്റണ്ട്, വീട് കൊടുത്തു, ഇലക്ഷൻ സ്റ്റണ്ട്, പട്ടിണി മാറി, ഇലക്ഷൻ സ്റ്റണ്ട്, റോഡ് വന്നു, ഇലക്ഷൻ സ്റ്റണ്ട്. ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ട് ആണെങ്കിൽ ആണെന്നേ സുജയ, ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു പേര് കൂടി കൊടുക്കേണ്ടി വരും. ഇതാണ് വികസനത്തിൻ്റെ മാതൃക എന്ന് പറയേണ്ടി വരും. ഒരു ബദൽ മാതൃക എന്നുകൂടി പറയേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് സാവധാനം അടുക്കുന്നു. അപ്പോൾ ചോദ്യം, അങ്ങനെയാണെങ്കിൽ PMC പദ്ധതിയിൽ നിങ്ങൾക്ക് പണമില്ലേ? അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഏത്? 971 കോടി രൂപ SSK. ആ പണം നമുക്ക് കിട്ടിയേ മതിയാവൂ. അതാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? PMCയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ. രണ്ടും തമ്മിൽ എന്ത് ബന്ധം ആർക്കറിയാം? പക്ഷേ തരൂല. ഇതാണ് അവസ്ഥ. ഇതിനെക്കുറിച്ച് ഇന്നലെ വിശദമായി പറഞ്ഞു. വിസ്താര ഭയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, കേന്ദ്രം നമ്മളെ പിഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് നോക്കൂ. അടുത്ത മാസമല്ല തിരഞ്ഞെടുപ്പ്. അടുത്ത മാസം ഇത് അടുത്ത സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്ത് പോവുമല്ലേ സുജയ? 6 മാസം ഈ സർക്കാർ ഇതേ കാര്യങ്ങളിൽ 10,000 കോടി ചെലവിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ കയ്യിൽ എണ്ണി വാങ്ങി അനുഭവപ്പെട്ടിട്ട് നിങ്ങൾ പറയുമല്ലോ, കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ ഈ സർക്കാരിനെ വിലയിരുത്തിയാൽ മതി. അതിന് 6 മാസം കൂടി ബാക്കിയുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് നമ്പർ അല്ല എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.